മലപ്പുറം നിലമ്പൂരിൽ പന്നിക്കണിയിൽ നിന്ന് ഷോക്കേറ്റ് ഒരാൾ മരിച്ച സംഭവത്തിൽ 2 പ്രതികളെ കൂടി പോലീസ് അറസ്റ്റ് ചെയ്തു. മുതിരി സ്വദേശി മുടത്തക്കോട് സുഭാഷ്, ഏനാന്ത് സ്വദേശി അനിൽകുമാർ എന്ന കുട്ടൻ എന്നിവരാണ് അറസ്റ്റിലായത്. കൂടുതൽ പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ തെളിവില്ലെന്നായിരുന്നു പോലീസിന്റെ വാദം. പോലീസ് പ്രതികളെ പിടികൂടുന്നില്ലെന്ന കുടുംബത്തിന്റെ പരാതി 24 റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെയാണ് ഈ അറസ്റ്റ്. 24 ഇംപാക്ട് സമീർ ബിൻ കരീം മലപ്പുറത്തും ചേർന്ന് കൂടുതൽ വിവരങ്ങളുമായി. സമീർ, അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ പറയൂ. പ്രജിൻ, നിലമ്പൂരിൽ അബ്ദുൾ റഷീദ് എന്ന് പറയുന്നയാൾ പന്നിക്കണിയിൽ നിന്ന് ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ പ്രതികളെ പിടികൂടുന്നില്ല എന്നുള്ളതായിരുന്നു കുടുംബത്തിന്റെ പരാതി. ഈ പരാതി 24 റിപ്പോർട്ട് ചെയ്ത് ഒരു ദിവസം പൂർത്തിയാകും മുൻപാണ് പോലീസ് ഇപ്പോൾ പ്രതികളെ പിടികൂടിയിരിക്കുന്നത്. മുദീരി സ്വദേശി മുടത്തക്കോട് സുഭാഷ്, ഏനാന്തി സ്വദേശി അനിൽകുമാർ എന്നിവരെയാണ് ഇപ്പോൾ നിലമ്പൂർ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. നേരത്തെ കേസിൽ അനീഷ് എന്ന് പറയുന്നയാളെ മാത്രമായിരുന്നു പോലീസ് പിടികൂടിയിട്ടുണ്ടായിരുന്നത്. ഇതിന് പിന്നാലെ നമ്മുടെ വാർത്തയ്ക്ക് പിന്നാലെയാണ് ഇപ്പോൾ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഷോക്കേറ്റ് മരിച്ച സംഭവ സ്ഥലത്തിന് തൊട്ടടുത്തുള്ള വാടക താമസിക്കുന്ന ഈ അനീഷിന്റെ വീട്ടിൽ നിന്നാണ് കെണി സ്ഥാപിക്കാൻ വേണ്ടി വൈദ്യുതി എടുത്തത് എന്ന് കേസ് കണ്ടെത്തിയിരിക്കുകയാണ്. 26-ാം തീയതിയാണ് അബ്ദുൾ റഷീദ് മരിക്കുന്നത്. അങ്ങനെയെങ്കിൽ 25-ാം തീയതി വൈകുന്നേരം 4 മണിക്കാണ് പ്രതികൾ തോട്ടിൽ കെണിയൊരുക്കുന്നത്. പിന്നീട് രാത്രി 8 മണിക്ക് ഈ അനിൽകുമാർ എന്ന പ്രതി എത്തി ഈ വൈദ്യുതി കണക്ഷൻ കൊടുത്ത് മടങ്ങിപ്പോയി എന്നുള്ളതാണ്. രാവിലെ അനീഷ് വന്ന് നോക്കുന്ന സമയത്താണ് റഷീദ് മരിച്ചത് കിടക്കുന്നതായി ഈ സമീപ സ്ഥലത്ത് കാണുന്നത്. പിന്നീട് ഉടൻ തന്നെ മറ്റൊരു പ്രതിയായിരിക്കും അനിലിനെ വിവരം അറിയിച്ചെങ്കിലും സംഭവം പുറത്തിറങ്ങിയാൽ പോലീസ് കേസാകുമെന്നും പ്രശ്നമാകുമെന്നും മനസ്സിലാക്കിയ പ്രതികൾ അനിൽകുമാറിന്റെ നിർദ്ദേശപ്രകാരം ഈ അനീഷ് ഈ വൈദ്യുതി എല്ലാം തന്നെ വിച്ഛേദിച്ച് ആ കമ്പി എല്ലാം തന്നെ ഇവിടെ നിന്ന് മാറ്റി എന്നുള്ളതാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ പോലീസ് അറസ്റ്റ് നടപടിയിലേക്ക് കടന്നിരിക്കുന്നത്. നേരത്തെ നമ്മൾ വാർത്ത ചെയ്ത സമയത്ത് പോലീസ് പറഞ്ഞത് ഇവർ മറ്റുള്ള പ്രതികളെ പിടികൂടാൻ തെളിവില്ല എന്നുള്ളതായിരുന്നു. പിന്നീട് ഇപ്പോൾ പോലീസ് തെളിവ് കണ്ടെത്തി ഇപ്പോൾ അറസ്റ്റ് നടപടിയിലേക്ക് കടന്നിരിക്കുകയാണ്. അതായത് സമീർ, ഈ മേഖലയിലുണ്ടായ ആദ്യ സംഭവം ഇതാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുൻപ് സംഭവിച്ച വഴിക്കടവിലെ ആ അപകടവും അതിലെ അനന്തുവിന്റെ മരണമൊക്കെ സംഭവിച്ചത്. അതല്ലേ, അങ്ങനെയല്ലേ വ്യക്തമാക്കേണ്ടത്? പ്രജിൻ, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. അനന്തുവിനേത് സമാനമായ ഒരു കേസ് തന്നെയാണ് അബ്ദുൾ റഷീദിന്റെയും. പക്ഷേ അനന്തുവിന്റേത് തിരഞ്ഞെടുപ്പ് സമയം ആയ സാഹചര്യത്തിൽ കൂടുതൽ ശ്രദ്ധ വിഷയത്തിലേക്ക് വന്നുകൊണ്ട് തന്നെ ഉടൻ തന്നെ പ്രതിയെ പിടികൂടിയുള്ളതാണ്. കഴിഞ്ഞ മാസം 26-ാം തീയതിയാണ് അബ്ദുൾ റഷീദ് സമാനമായ രീതിയിൽ ഷോക്കേറ്റ് മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അന്ന് ഒരു പ്രതിയെ മാത്രം പോലീസ് പിടികൂടിയിരുന്നെങ്കിലും മറ്റുള്ളവരെ പിടികൂടാതെ പോലീസ് പോയി എന്നുള്ളതാണ്. പിന്നാലെ ഈ അനന്തുവിന്റെ സംഭവം വാർത്തയായതിന് പിന്നാലെയാണ് കുടുംബം പരാതിയുമായി രംഗത്ത് വരികയും ഇപ്പോൾ അറസ്റ്റ് നടപടിയിലേക്ക് പോലീസ് കടക്കുകയും ചെയ്തിരിക്കുന്നത്. സമീർ ബിൻ കരീമാണ് മലപ്പുറത്തുനിന്നും വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.